നമസ്കാരം സർ, നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. കുറേ ദിവസങ്ങളായിട്ട് യുദ്ധത്തിൻ്റെതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിലും വലിയൊരു യുദ്ധമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇലക്ഷനാണ്. ഇലക്ഷൻ ചൂടിലേക്ക് കേരളം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ യുദ്ധത്തെ നമുക്കങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മുടെ രാജ്യത്ത് അത് ബാധിക്കില്ല, അല്ലെങ്കിൽ നമ്മളെ ഒന്നും ബാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഇടുത്തി വീഴുന്ന പോലെ ഗ്യാസിൻ്റെ ലഭ്യതക്കുറവും അത് സാധാരണ ജനങ്ങളെ ഉൾപ്പെടെ അലട്ടുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു യുദ്ധത്തിൻ്റെ കാലയളവ് നീണ്ടുപോകുന്നതനുസരിച്ച് നമ്മുടെ രാജ്യത്തെയും ഇത് തീവ്രമായി ബാധിക്കും, അതേപോലെ നമ്മുടെ കേരളത്തെയും അത് ബാധിച്ചു പോകുന്നൊരവസ്ഥ തന്നെയാണോ? ഈ യുദ്ധം ഇന്നിപ്പോ 17 ദിവസങ്ങളായി ഇരിക്കുന്നു. 17 ദിവസം കഴിഞ്ഞു. അതായത് 3 ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഏതാണ് നമ്മള് ഫെബ്രുവരി 28-ാം തീയതിയാണ് യുദ്ധം തുടങ്ങുന്നത്. അപ്പൊ ഇന്ന് 17ാമത്തെ ദിവസമാണ്. ലോകം മുഴുവനും, ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് ഈ യുദ്ധം മുന്നേറുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഇത് കേവലം ഇറാനും അമേരിക്കയും തമ്മിലോ അല്ലെങ്കിൽ ഇറാനും ഇസ്രയേലും തമ്മിലോ ഉള്ള ഒരു യുദ്ധമല്ല, മറിച്ച് ഏതാണ്ട് ഇറാന്റെ അയൽ രാജ്യങ്ങളായിട്ടുള്ള 6 GCC രാജ്യങ്ങൾ. GCC രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ഏതാണ്ട് 95 ലക്ഷം ആളുകൾ താമസിക്കുന്ന UAE, ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ, ബഹ്റൈൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ, കുവൈറ്റ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഇതിൽ പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓരോ കുടുംബത്തെയും ബാധിക്കുന്ന വിഷയമാണ്. കാരണം ഇന്ന് ഇറാൻ അയക്കുന്ന മിസൈലുകൾ ഈ 6 രാജ്യങ്ങളിലും അതിനോടൊപ്പം തന്നെ ഇസ്രയേലിലേക്കും അതുപോലെ ജോർഡാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കും ഇറാഖിലെ അമേരിക്കൻ താവളത്തിലേക്കുമൊക്കെ ഇറാൻ മിസൈൽ അയക്കുകയുണ്ടായി. അപ്പോൾ ഇതില് ആൾനാശം കാര്യമായി സംഭവിക്കാത്തത് കാരണം ആ മിസൈൽ ഡിഫൻസ് സംവിധാനം ഈ രാജ്യങ്ങളിൽ വളരെ ശക്തമായി നിലവിലുള്ളത് കൊണ്ടും ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടുമാണ് ആൾനാശം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേര് താമസിക്കുന്ന ഈ രാജ്യങ്ങളിൽ വൻപിച്ച നാശനഷ്ടം ഉണ്ടാകുമായിരുന്നു ഇതിനിടയിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് അവിടെ ജീവിക്കുന്ന ആളുകൾ മാനസികമായ ഒരു ഭയം ഉണ്ടാവും. കാരണം അവർ ഈ ബഹളവും സൗണ്ടും ഒക്കെ കേൾക്കാണ്. പലപ്പോഴും ചെറിയ ചെറിയ തരത്തിലുള്ള തീപിടുത്തങ്ങൾ ഉണ്ടാവും, മറ്റൊക്കെ ഉണ്ടാവും. പക്ഷെ വൻപിച്ച ആൾനാശം, ഇസ്രയേൽ പോലെ തന്നെ ഈ ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം അത് അമേരിക്ക സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്, ഉള്ളത് കൊണ്ട് അവർ അത് പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ. മറ്റൊന്ന്, ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതിന്റെ പ്രധാന കാരണം ആഗോളതലത്തിൽ തന്നെ എണ്ണ ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ, ഒപെക് കൺട്രീസിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഈ 6 ഗൾഫ് രാജ്യങ്ങൾ പ്ലസ് ഇറാനും ഇറാഖും ഈ മേഖല എന്നത്, ഗൾഫ് എന്ന് പറയുന്നത്. അപ്പൊ അതില് എണ്ണയുടെ ഏതാണ്ട് പകുതിയോളം 50% ഉൽപാദനം ഈ രാജ്യങ്ങളാണ്. പക്ഷെ സൗദി അറേബ്യക്ക് മറ്റ് പോർട്ടുകളുണ്ട്. ചെങ്കടലിൽ പോർട്ടുള്ളത് കൊണ്ട് ഈ ഗൾഫിലെ ഹോർമൂസ് സ്ട്രെയിറ്റ് അടച്ചാലും സൗദി അറേബ്യക്ക് മറ്റു ഓപ്പണിംഗ് ഉണ്ട്. ഇറാഖിനും ആ തരത്തിൽ കഴിയും. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾക്ക് മറ്റു രാജ്യങ്ങൾക്ക് അതിനുള്ള സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തിലെ എണ്ണയുടെ അല്ലെങ്കിൽ ഓയിലിന്റെ പ്രൈസ് വർദ്ധിപ്പിക്കുകയും അത് മൂന്നാം ലോക രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ തകർത്തെറിയുകയും ചെയ്യും. അപ്പം ഭാരതത്തെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഓയിൽ ഗൾഫ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷെ 2022 ശേഷം, അതിനു മുമ്പേ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് നമ്മൾ മറ്റ് പല രാജ്യങ്ങളിൽ ഏതാണ്ട് 36-37 രാജ്യങ്ങളിൽ നിന്ന് ഇന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിൽ വിശേഷിച്ചും വലിയൊരു ശതമാനം എണ്ണ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് കഴിഞ്ഞ 4 വർഷമായിട്ട് റഷ്യയിൽ നിന്നാണ്. അപ്പൊ ആ തരത്തിൽ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ ഗാർഹിക ഉപയോഗത്തിനുള്ള ഗ്യാസ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ LNG പോലുള്ള ഈ കാര്യങ്ങളിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾക്ക് മേഖലയിൽ നിന്ന്. അപ്പൊ നിലവിൽ രാജ്യത്ത് ലഭ്യത കുറവുണ്ടായിട്ടില്ല. ഒരു കരുതൽ എന്നുള്ള നിലയിൽ ഗവൺമെന്റ്, അതായത് ഗാർഹിക മേഖലയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാവസായിക മറ്റ് മേഖലകളിൽ ബിസിനസ് അല്ലെങ്കിൽ മറ്റ് നമ്മൾ ഹോട്ടൽ പോലെയുള്ള മേഖലകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക ചെയ്തത്. ഗാർഹിക മേഖലയിലും നിയന്ത്രണം വരുത്തിയിരിക്കുന്നത് നഗരങ്ങളിൽ 25 ദിവസത്തെ ഗ്യാപ്പിന്റെ, അതായത് നമുക്ക് മറ്റേത് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പൊ അതിന് പകരം നഗരങ്ങളിൽ 25 ദിവസത്തെ ബുക്കിംഗ് അനുവദിക്കും. 25 ഗ്യാപ്പ് ഉണ്ടാവണം. ഗ്രാമങ്ങളിൽ 45 ദിവസം. അതൊരു കരുതലാണ്. കാരണം നാളെ ഈ യുദ്ധം ലോകത്തൊരു യുദ്ധവും എന്ന് അവസാനിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. തുടങ്ങാൻ എളുപ്പമാണ്. അതായത് ഉക്രൈൻ വാർ വർഷങ്ങളായി
ഗാസ അതുപോലെ അതെ അതെ 2023 നീണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് ഈ ട്രംപ് പറഞ്ഞതുപോലെ ഇത് 3 ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 4 ആഴ്ച കൊണ്ടോ തീരാൻ സാധ്യതയുള്ള ഒരു യുദ്ധമൊന്നുമല്ല. കാരണം ഉം. ഈ യുദ്ധത്തിന് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് ഉയർത്തുന്ന ആശങ്ക വളരെ വലുതാണ്. ഇത് നമ്മുടെ എക്കോണമിയിൽ ഇപ്പം നമ്മുടെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരുപാട് നിക്ഷേപമുള്ള അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരുപാട് ആളുകൾ ഉം. ബിസിനസ് നടത്തുന്ന മേഖലകളാണ്. ഇപ്പം നമ്മുടെ സ്വതന്ത്ര വ്യാപാരം ഇപ്പം നടക്കുന്നില്ല. ഇപ്പം ഈ ഹോർമൂസ് കടലിടുക്ക് ഔദ്യോഗികമായി അടച്ചിട്ടില്ലെങ്കിൽ പോലും അത് പ്രവർത്തനക്ഷമതമല്ലാതായിട്ട് ഇന്ന് 18 ദിവസങ്ങളായി. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിൽ നിന്ന് നടന്ന കയറ്റുമതിയാണെങ്കിലും ഇപ്പം ഉദാഹരണത്തിന് ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഇറാനല്ല ഞാൻ ഉദ്ദേശിച്ചത് 6 GCC രാജ്യങ്ങളും തമ്മിൽ ഏതാണ്ട് ഒരു വർഷം നമ്മുടെ ഒരു 178 ബില്യൺ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം നടക്കുന്ന രാജ്യങ്ങളാണ്. അത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി തന്നെ ഏതാണ്ട് 70 ബില്യനാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒരു വർഷം. അപ്പൊ നമ്മുടെ ആ തരത്തിലുള്ള കണ്ടെയ്നർ മൂവ്മെന്റ് ഉൾപ്പെടെ എല്ലാത്തിനും നിയന്ത്രണങ്ങൾ വരികയാണ്. ശരി, നമുക്കറിയാമല്ലോ പഴങ്ങള് പച്ചക്കറി അതുപോലെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇവിടെ നിന്നും നിരന്തരം നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകളും അതുപോലെ കുടുംബാംഗങ്ങളും ഒക്കെ നിരന്തരം യാത്ര ചെയ്യുന്ന സിവിൽ ഏവിയേഷനുമായിട്ട് അല്ലെങ്കിൽ വിമാന സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയൊക്കെ ഇത് ബാധിച്ചിട്ടുണ്ട്, വളരെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗൾഫിലെ യുദ്ധം യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ബാധിക്കുന്ന വിഷയമാണ്, നമ്മുടെ സമ്പദ് അതെ വ്യവസ്ഥയെ ബാധിക്കുന്ന വിഷയമാണ്. ഇന്ത്യയുടെ GDP യെ പോലെ അത് ഈ യുദ്ധം നീണ്ടുപോവാണ്. കാരണം നമ്മുടെ നമ്മുടെ ഈ രാജ്യത്തിന്റെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടിട്ടും മറ്റ് വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ടിട്ടും ഇപ്പം പുതുതായിട്ട് നമ്മൾ ഇന്ത്യ വെസ്റ്റ് ഏഷ്യ യൂറോപ്യൻ കോറിഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ പുരോഗതികൾ, അതുപോലെ ഇറാനും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ അതിൽ ചാബ്ഹാർ പോർട്ട് പോലെയുള്ള തുറമുഖം ഇന്ത്യ ഓൺ ചെയ്ത് നടത്തിക്കൊണ്ട് അതിപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അങ്ങനെ പല തരത്തിലും നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലേക്കും ഈ യുദ്ധം സ്വാധീനിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. ഈ സ്വർണ്ണ വിലയൊക്കെ റെക്കോർഡ് വിലയിലേക്ക് ഉയരുന്ന പോലെ ഭാവിയിൽ യുദ്ധം ഇങ്ങനെ തുടർന്നു പോവുകയാണെങ്കിലും നിലവിൽ നമുക്ക് പാചകവാതകത്തിന് ലഭ്യത കുറവില്ല എന്ന് പറഞ്ഞു. എങ്കിൽ പോലും യുദ്ധം ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പാചകവാതകത്തിനും ഒരു റെക്കോർഡ് വിലയിലേക്ക് കുതിക്കുന്ന സാഹചര്യം വല്ലതും ഉണ്ടോ? അല്ല, യുദ്ധം നീണ്ടുപോകുകയാണെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വ്യാപാരം, അതായത് അതിനകത്തുള്ള കപ്പലിന്റെ മൂവ്മെന്റിന് തടസ്സമുണ്ടാകുകയാണെങ്കിൽ നമ്മുടെ ഗാർഹിക ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസിന് ഷോർട്ടേജ് ഉണ്ടാകും ഭാവിയിൽ. അത് 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ നമുക്ക് കുറെയെങ്കിലും തടസ്സമുണ്ടാകും. പിന്നെ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും ആശങ്കയ്ക്ക് വകയുണ്ട്. പക്ഷെ ഒരു കാര്യം, നമ്മൾ ഗവൺമെന്റ് ഇപ്പം കുറച്ച് കരുതലെടുത്തത് പെട്ടെന്ന് അഫക്റ്റ് ചെയ്യാതിരിക്കാനാണ്. കാരണം ഗാർഹിക മേഖലയിൽ മാക്സിമം സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കരുതലാണത്. കരുതൽ എന്ന് പറയുന്നതിന് അർത്ഥം തന്നെയാണ് നമുക്ക് ആശങ്കയുണ്ട്, സാധ്യതകളുമുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു നീണ്ട നാള് ഹോർമൂസ് അടച്ചിടാൻ കഴിയുന്ന സൈനിക ശേഷി അവർക്കുണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ അവർക്ക് നിരന്തരം ഇതുപോലെ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറ്റ് പോകാൻ കഴിയും. പക്ഷെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ അതെ, ഇറാനിന്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ ഇറാന്റെ അകത്തുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ. ഇപ്പം കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇറാനെതിരായ പ്രമേയം കൊണ്ടുവന്ന സമയത്തും ഇറാൻ അനുകൂലമായിട്ടും അനുകൂലമായി പ്രമേയം പാസ്സായില്ല, എതിരായിട്ട് പ്രമേയം, അതായത് GCC രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രമേയം വരികയുണ്ടായി. അപ്പൊ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ അതിനെ പിന്തുണയ്ക്കുകയുണ്ടായി. അപ്പൊ അതിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് കൊടുത്ത കണക്ക് പ്രകാരം ഏതാണ്ട് 20,000-ഓളം സിവിലിയൻ സ്ട്രക്ചേഴ്സ് ആണ് അവിടെ തകർന്നിരിക്കുന്നത്. അതായത് അത്രയധികം എന്തെല്ലാം പൊതുസ്ഥാപനങ്ങളുണ്ടോ അത് പൂർണ്ണമായിട്ടും തകർത്ത്. എയർപോർട്ടുകളാണെങ്കിലും പോർട്ടാണെങ്കിലും അതുപോലെ സൈനിക കേന്ദ്രങ്ങളെല്ലാം തന്നെ അതായത് സ്കൂളുകൾ തുടങ്ങിയിട്ടുള്ള ആശുപത്രികൾ, ഇറാന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്ക് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഇറാനകത്തുണ്ടാകുന്നത് വളരെ വലുതാണ്. പക്ഷേ ഇറാന്റെ കൈവശമുള്ളത് അവർക്ക് സ്വന്തമായിട്ട് ഇപ്പൊ എയർഫോഴ്സ് പൂർണ്ണമായിട്ടും ഇല്ല. അതുപോലെ തന്നെയാണ് അവർക്ക് നല്ല ഒരു സേനയുണ്ട്, 2 തരത്തിലുള്ള സേനയുണ്ട്. അവരുടെ ആർമിയും ഉണ്ട്, അവരുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് എന്നുള്ള തരത്തിലുള്ള സേനയുമുണ്ട്. 2 സമാന്തര സേനയുണ്ട്. ആ സേനയുടെ നേതൃത്വം നഷ്ടപ്പെട്ടുവെങ്കിലും സേന അവിടെ ഉണ്ടാവും. പക്ഷേ അവർക്ക് കൈവശമുള്ള ആയുധം എന്ന് പറയുന്നത്
ആയിരക്കണക്കിന് ഡ്രോൺ, അതായത് 1,00,000-ഓളം ഡ്രോൺസും ഡ്രോണും ഉണ്ട്. അതുപോലെ അവർക്ക് മിസൈൽസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ മിസൈൽസ് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നതല്ലോ. അപ്പം അത് വെച്ചാണ് ഇറാൻ ഇപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ആക്രമിക്കുന്നത്. അപ്പോൾ ഇറാനിന് നീണ്ട നാൾ ഇറാന് യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും ഇറാനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ എളുപ്പത്തിന് യുദ്ധം തീരുമെന്ന് നമുക്ക് ഇപ്പൊ പ്രവചിക്കാനും കഴിയില്ല. ഇനി മറ്റൊന്ന്, ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ ഇതിനകത്ത് ഇപ്പൊ സാധ്യതയില്ല. കാരണം അമേരിക്കയും ഇസ്രയേലും പറയുന്നല്ല, ഭരണമാറ്റമല്ലാതെ ഇതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഈ ഇസ്ലാമിക ഭരണകൂടം അങ്ങനെ ഒരു നയതന്ത്ര രംഗത്തൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. അത് അല്ലെങ്കിലും തന്നെ അവരുടെ ഈ ഇപ്പൊ മുന്നിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഇറാൻ മുന്നിൽ വെച്ച 3 നിർദ്ദേശങ്ങൾ യുദ്ധം തീരണമെങ്കിൽ, ഒന്ന്, GCC രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക പൂർണ്ണമായിട്ടും പിന്മാറണം എന്നുള്ള നിർദ്ദേശം, ഇറാന് നഷ്ടപരിഹാരം കൊടുക്കണം, ഇറാനെ സ്വതന്ത്രമായിട്ട് ആണവ ശക്തിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന് ഒരു തരത്തിലുള്ള തടസ്സം പാടില്ല, ഈ തരത്തിലുള്ള ഉറപ്പ് കൊടുക്കണം, യുദ്ധം ഇനി അവരെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കണം എന്നൊക്കെ ആ തരത്തിലുള്ള നിബന്ധനകളാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നയതന്ത്ര രംഗത്തൂടെ ഒരു സൊല്യൂഷന്റെ സാധ്യത വളരെ കുറവാണ്. യുദ്ധത്തിലൂടെ തന്നെ ആയിരിക്കും കുറച്ചു നാളിത് മുന്നോട്ട് കൊണ്ടുപോവുക. ഭരണമാറ്റം അത്ര എളുപ്പവുമല്ല, അതാണ് ഒരു പ്രത്യേകത. കാരണം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അത്രയധികം സുശക്തമായത് കൊണ്ട് അവിടെ ഒരു ജനകീയമായ ഒരു മുന്നേറ്റത്തിന് സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള മുന്നേറ്റങ്ങളെ അതാത് മേഖലയിൽ തച്ചുടയ്ക്കാൻ അവർക്ക് കഴിയും, പ്രാദേശിക തലത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഇറാഖിലുണ്ടായതുപോലെ അല്ലെങ്കിൽ ലിബിയയിലുണ്ടായതുപോലെ ഒരു ഭരണമാറ്റം, അലി ഖമേനിയുടെ കൊലപാതകം കൊണ്ടൊരു ഭരണമാറ്റം ഇറാനിൽ സാധ്യത കുറവുമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെയധികം ആശങ്കയ്ക്ക് വകയുണ്ട്. പക്ഷെ നമ്മുടെ കേന്ദ്ര സർക്കാർ വളരെ, ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ഹോർമൂസ് കടലിലൂടെ ഏറ്റവും കൂടുതൽ കപ്പലുകൾ യാത്ര ചെയ്ത ഇന്ത്യൻ കപ്പലുകളാണ്, ഇന്ത്യയിലേക്ക് വന്ന കപ്പലുകളാണ്. കഴിഞ്ഞ ദിവസം 2 LNG കപ്പലുകൾ വരികയുണ്ടായി. 5-6 കപ്പലുകൾ അതുവഴി വരികയുണ്ടായി. അപ്പൊ ആ തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ നയതന്ത്ര രംഗത്ത് നമ്മുടെ രാജ്യത്തിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇറാനുമായിട്ടും നമുക്ക് സംസാരിക്കാനും പല കാര്യങ്ങളും ചെയ്യാനുള്ള അവസ്ഥയുണ്ട്. പക്ഷെ നമുക്ക് പരിമിതിയുണ്ട്. കാരണം ഇത് അമേരിക്കയും ഇസ്രയേലിന്റെയും 47 വർഷത്തെ സംഘർഷത്തിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ അവസാന ദിശയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇന്നലത്തെ തുടങ്ങിയ ഒരു സംഘർഷമല്ല, ഇത് 47 വർഷത്തെ തർക്കങ്ങളുണ്ട് അമേരിക്കയും ഇസ്ലാമിക് റവല്യൂഷണറി ഗവൺമെന്റും തമ്മിൽ. അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പൊ നടക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആശങ്കയ്ക്ക് വകയുണ്ട്. ഓക്കെ, ആശ്വാസത്തിനും ആശങ്കയ്ക്കും വകയുണ്ട്. അപ്പോൾ ഇതാണ് യുദ്ധത്തിന്റെ നിലവിലെ സാഹചര്യങ്ങൾ. ഇത്രയും നേരം നമുക്ക് ഇതേപ്പറ്റി സംസാരിച്ച സാറിന് വളരെയധികം നന്ദി.